ലോക ക്രിക്കറ്റിൽ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. എന്നാൽ ലോക ഭൂപടത്തിൽ വെസ്റ്റ് ഇൻഡീസ് എന്നുള്ളൊരു രാജ്യത്തിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കരീബിയൻ കടലിൽ ധാരാളം ദ്വീപ് രാഷ്ട്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഉസൈൻ ബോൾട്ടിൻ്റെ ജന്മസ്ഥലമായ ജമൈക്ക, ഗയാന, സെൻറ്റ് ലൂസിയ എന്നുപോലത്തെ ദ്വീപ് രാഷ്ട്രങ്ങളുണ്ട്. ആ ദ്വീപ് രാഷ്ട്രങ്ങളിലുള്ളവർ ഒരു ടീമായിട്ട് ക്രിക്കറ്റിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെസ്റ്റ് ഇൻഡീസ് ടീം എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ഒളിമ്പിക്സിൽ ജമൈക്ക എന്ന രാജ്യത്തിന് വേണ്ടി ഉസൈൻ ബോൾട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ ക്രിക്കറ്റിൽ ജമൈക്കയിൽ നിന്നുള്ള ക്രിസ് ഗെയിലും ട്രിനിനാഡ് ആൻഡ് ടൊബാക്കോയിൽ നിന്നുള്ള ബ്രെയിൻ ലാറയും ഗയാനയിൽ നിന്നുള്ള ശിവ് നാരായൺ ചന്ദ്രപോളും സെൻറ്റ് ലൂസിയയിൽ നിന്നുള്ള ഡാരൻ സമീം എല്ലാവരും കൂടെ ചേർന്ന് ഒരു ടീമായിട്ട് ക്രിക്കറ്റിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. ആ ടീമിനെയാണ് നമ്മൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് വിളിക്കുന്നത്. ഈ വെസ്റ്റ് ഇൻഡീസ് എന്നുള്ള പേര് എങ്ങനെയാണ് ലഭിച്ചത്? 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഏഷ്യയിലുള്ള ഇന്ത്യയെ കണ്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം ചെന്നെത്തിയതാകട്ടെ ഈ ദ്വീപ് രാഷ്ട്രങ്ങളിലാണ്. അദ്ദേഹം ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ ഇൻഡീസ് എന്ന് വിളിച്ചു. എന്നാൽ പിൽക്കാലത്ത് അവർക്ക് മനസ്സിലായി തങ്ങൾ ചെന്നെത്തിയത് യഥാർത്ഥ ഇന്ത്യയിലല്ല, യൂറോപ്പിൻ്റെ പടിഞ്ഞാറ് വശത്ത് അല്ലെങ്കിൽ വെസ്റ്റിലാണ് ഈ ഇൻഡീസ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആ പേരിൻ്റോടൊപ്പം വെസ്റ്റും കൂടെ ചേർത്തു. അങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസ് എന്നുള്ള പേര് ലഭിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.